30 വയസ്സ് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയോടും പുരുഷനോടും ഇത്ര ടെസ്റ്റുകൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് എടുക്കൂ എന്ന് പറഞ്ഞ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയായിരിക്കും? സ്ത്രീകൾ എന്ന് വെച്ചാൽ അത് ഫീമെയിൽ പാർട്ട്ണർ ചെയ്തിരിക്കേണ്ടത് അവരുടെ അണ്ടത്തിൻ്റെ ഒരു അളവ് നോക്കുന്ന, അണ്ടത്തിൻ്റെ ഒരു ഫെർട്ടിലിറ്റി റിസർവ് നോക്കുന്ന, നമ്മുടെ ഓവറിയുടെ റിസർവ് നോക്കുന്ന ഒരു ടെസ്റ്റാണ് ആൻറ്റിമുള്ളറിൻ ഹോർമോൺ. അപ്പോൾ ഇത് നമുക്ക് ഒരു പരിധി വരെ, ഒരു 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഒരു ലാബ് ടെസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൈറോയിഡ്. മിക്ക സ്ത്രീകളും ഒരു തൈറോയിഡ് ലാബിൽ നോക്കുമ്പോൾ നോർമലാണ്, ഇപ്പോൾ 4 നോർമലാണ്. പക്ഷേ നമ്മളൊരു ഫെർട്ടിലിറ്റി കൺസെപ്റ്റ് നോക്കുമ്പോൾ ഒരു 2.5 താഴെ നിൽക്കുന്നതാണ് ഐഡിയൽ തൈറോയിഡ്. അപ്പം ഒരു TSH ഹോർമോണിൻ്റെ അളവിൻ്റെ കാര്യമായി പറഞ്ഞത്. അപ്പം ചിലർ അപ്പോൾ ലാബിൽ നിന്ന് കിട്ടുന്ന ഒരു വാല്യൂ വെച്ച് നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പ്രൊലാക്റ്റിൻ്റെ അളവ്, അനീമിയ, ഇതെല്ലാം നമ്മളൊരു ബേസിക് ജനറൽ ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ചില ടെസ്റ്റുകളാണ്. പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, ബേസിക് ആയിട്ടുള്ളൊരു ബേസ് ലൈൻ അൾട്രാസൗണ്ട് സ്കാൻ, ഒരു ആൻഡ്രൽ ഫോളിക്കുലർ കൗണ്ട് എന്ന് പറഞ്ഞ AFC കൗണ്ട് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര അണ്ടങ്ങൾ കാണാം ഒരു പീരീഡ്സിൻ്റെ സെക്കൻഡ് ഓർ തേർഡ് ഡേ നോക്കുമ്പോൾ. അതുപോലെ തന്നെ യൂട്രസിന് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ചിലപ്പോൾ വലിയ ഫൈബ്രോയിഡ്സോ അല്ലെങ്കിൽ ഓവറിൽ സിസ്റ്റോ ഒക്കെ കാണും. സിംറ്റമാറ്റിക് അല്ലാത്തതുകൊണ്ട് ഇവരത് നോക്കുന്നില്ല. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരാളൊരു സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യമുണ്ടോ, സർജിക്കൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും.